ഗുഡ് മോർണിംഗ് എവരിവൺ. ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ കവർ ചെയ്തു പോകുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡ്യൂൾ 3 ആണ് കവർ ചെയ്ത് പോയിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഡോട്ട് കൺവെൻഷൻ യൂസ്ഡ് ഇൻ കപ്പിൾഡ് സർക്യൂട്ട്സ്. സോ ഡോട്ട് കൺവെൻഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി 2 കോയിൽ വൗണ്ട് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. L1 L2 ആണ് ആ കോയിലുകൾ. സോ അത് എയ്ഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഇൻഡക്റ്റൻസ് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണത് വൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് L1 ഈ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് L2 ആണ്. റൈറ്റ്. കറണ്ട് ഇവിടെ കൂടെ എൻ്റർ ചെയ്തിട്ട് L2 എന്ന് പറയുന്ന കോയിലിൽ എൻ്റർ ചെയ്ത് ഇവിടെ കൂടെ ലീവ് ചെയ്യുന്ന പോകുന്ന കണക്കാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സിമിലർലി ഞാൻ സെക്കൻഡ് കേസ് എടുക്കുകയാണ്. സെക്കൻഡ് കേസിൽ എ ഡി അല്ല ചെയ്യുന്നത്, അത് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് കോയിൽസ് വൗണ്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. സോ ഈ ഒപ്പോസ് ചെയ്യുന്ന കേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ കൂടെ ഈ കോയിലിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നു, ഈ രീതിയിൽ ഫ്ലോ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവിടെ കൂടെ വന്ന് ഈ കോയിലിൻ്റെ ഈ പോർഷനിലൂടെയാണ് തിരിച്ച് ഈ കോയിലുകളിൽ എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇവിടെ കൂടെ ലീവ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഇത് ബേസിക്കലി ഒപ്പോസ് ചെയ്യാണ്. ഇത് L1 L2. റൈറ്റ്. സോ ഇത് ഒപ്പോസ് ചെയ്യാണ്. സിമിലർലി ഇവിടെ എയ്ഡ് ചെയ്യാണ്. സോ ഇത് നോമിനലി ഈ കോയിൽസ് വൗണ്ട് ചെയ്തുകൊണ്ടുള്ള കേസാണ് ഇവിടെ ചെക്ക് ചെയ്തത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാം. ഈ ഡിസഡ്വാൻറ്റേജസ് കൊണ്ടാണ് ഡോട്ട് കൺവെൻഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടും വരുന്നത്. ഒന്ന്, ഇത് കണക്ക് ഓരോ പിക്ചേഴ്സ് ഇരുന്ന് വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. റൈറ്റ്. സോ ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റൻസ് കാണിക്കാൻ വേണ്ടി 2 ഇൻഡക്റ്റൻസ് വരുമ്പോൾ ഇതുപോലെ പിക്ചറിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക വളരെ ഡിഫിക്കൽട്ടാണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് കോയിലും സെക്കൻഡ് കോയിലും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എയ്ഡ് ചെയ്യുകയാണോ അതോ ഒപ്പോസ് ചെയ്യുകയാണോ എന്നുള്ളത് ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയാൻ കഴിയില്ല. റൈറ്റ്. നോ മെൻഷനിങ് അബൌട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. റൈറ്റ്. ഇതിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ കുറിച്ച് ഇതിനകത്തൊന്നും പറയുന്നില്ല. അത് എയ്ഡ് ചെയ്യുകയാണോ സിമിലർലി അത് ഒപ്പോസ് ചെയ്യുകയാണോ എന്നുള്ള കാര്യങ്ങളല്ല. അപ്പം ഇത് രണ്ടും ഇതിൻ്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജസ് ആണ്. സോ നമുക്ക് ഡോട്ട് കൺവെൻഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഫസ്റ്റ് കോയിൽ L1 കോയിൽ മാർക്ക് ചെയ്തു, സെക്കൻഡ് കോയിൽ L2 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, L1 L2. റൈറ്റ്. എന്നിട്ട് ഞാൻ ഇവിടെ കൂടെയാണ് കറണ്ട് അപ്ലൈ ചെയ്യുന്നത് കണ്ടു. ഈ രീതിയിൽ കറണ്ട് വന്ന് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഡോട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. സിമിലർലി ഞാൻ L2ൽ ഡോട്ട് ഇവിടെ മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഡോട്ട് എന്താ കാണിക്കുന്നത് വെച്ചാൽ ഡോട്ട് ഉള്ളിടത്താണ് കറണ്ട് എൻ്റർ ചെയ്തിരിക്കുന്നത്. സിമിലർലി സെക്കൻഡ് കോയിൽ എടുത്താലും ഡോട്ട് ഉള്ളിടത്താണ് കറണ്ട് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഡോട്ട് ഉള്ളിടങ്ങളിൽ കറണ്ട് എൻ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത് ബേസിക്കലി എയ്ഡ് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്ന കണക്ഷനാണ് ടോട്ടൽ ഇൻഡക്റ്റൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ. ഇനി ഇവിടെ ഒരു കമ്പൽഷനും ഇല്ല, ഈ പറയുന്ന ഡോട്ട് ഇട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് ഒരു കമ്പൽഷനും ഇല്ല. നമുക്ക് സ്റ്റാർ യൂസ് ചെയ്യാം, ഡെൽറ്റ യൂസ് ചെയ്യാം, അതേ കണക്കുള്ള സിമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാം. എനിവേ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന സിമ്പിൾ എപ്പോഴും തന്നെ ഡോട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡോട്ട് കൺവെൻഷൻ എന്ന ടെർമിനോളജി വഴി അറിയപ്പെടുന്നത്. ഇനി സെക്കൻഡ് കേസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എഗെയിൻ 2 ഇൻഡക്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്യാണ്, L1 L2. റൈറ്റ്. ഇനി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ കറണ്ട് L1 എന്ന് പറഞ്ഞ കോയിലിൽ ഇവിടെ എൻ്റർ ചെയ്തു, L2 എന്ന് പറഞ്ഞ കോയിലിൽ ഈ പോർഷനിൽ നിന്നാണ് എൻ്റർ ചെയ്തിരുന്നത്. അപ്പോൾ എനിവേ ഞാൻ കറണ്ട് ഈ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യുന്നു. നേരത്തെ മാർക്ക് ചെയ്ത അതേ ഡയറക്ഷനിൽ കറണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഡോട്ടിലാണ് ഞാൻ വേരിയേഷൻ വരുത്തുന്നത്. ഇവിടെ ചെക്ക് ചെയ്യുക, ഞാൻ ഡോട്ട് ഈ പോർഷനിൽ കൊടുത്തു. ഇവിടെയാണെങ്കിലോ ഞാൻ ഇവിടെയാണ് ഡോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡോട്ട് ഉള്ളിടത്ത് ഇവിടെ കറണ്ട് എൻ്റർ ചെയ്തു, ഇവിടെയാണെങ്കിലോ ഡോട്ട് ഉള്ളിടത്ത് കറണ്ട് ലീവ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് ബേസിക്കലി ഒപ്പോസ് ചെയ്യുന്നതാണ്. റൈറ്റ്. അപ്പം ഈ ഫോമിൽ നമുക്ക് ഈ കൺവെൻഷൻ മെത്തേഡ് വെച്ച് ഈ രീതിയിൽ ചെയ്യുമ്പോൾ വളരെ എളുപ്പം, ഡോട്ട് കൺവെൻഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പം ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. ബട്ട് ഇതാണെങ്കിലോ പിക്ചറിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനോടൊപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് രണ്ടിനും ഇടയ്ക്കായിട്ട് ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ഇട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരണമെങ്കിൽ എയ്ഡ് ചെയ്യുന്നുണ്ടാവും, കാരണം ഡോട്ടുള്ളിടത്ത് കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. റൈറ്റ്. സിമിലർലി നമുക്ക് ഇവിടെയും ഇതേ കണക്ക് മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പം ഈ 2 ഡിസഡ്വാൻറ്റേജസും അവോയ്ഡ് ചെയ്യുന്ന കണക്ഷൻസാണ് ഡോട്ട് കൺവെൻഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന കപ്പിൾഡ് സർക്യൂട്ട്സിൽ. നെക്സ്റ്റ് ഷോർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഡിറൈവ് ദ എസ് ഡൊമൈൻ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ആൻ ഇൻഡക്ടർ ക്യാരിയിങ് ആൻ ഇനിഷ്യൽ കറണ്ട് ഓഫ് I0. റൈറ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണിത്. ഇത് എക്സാമിനേഷൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തിയറി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ഈ പറയുന്ന എസ് ഡൊമൈൻ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ആൻ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലംസ് നേരെ ചെയ്യാനും കഴിയത്തുള്ളൂ.
സോ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ള ഇലക്ട്രോണിക്സ് ആരുടെ നെറ്റ്വർക്ക് തിയറിക്ക് ആണെങ്കിൽ അതിനകത്ത് സാമ്പിൾ ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന എസ് ഡൊമൈൻ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ കപ്പാസിറ്ററാണ്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത്, ഇതിൻ്റെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ കാണിക്കുന്നത് അതിൻ്റെ സിഗ്നിഫിക്കൻസ് കാണിക്കുന്നതാണ്. അഗെയിൻ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ഇലക്ട്രിക്കലുകാർക്ക് ചോദിച്ചിരിക്കുന്നത് ഇൻഡക്ടറിൽ ഇവിടെ ഉള്ള എസ് ഡൊമൈൻ ഇക്വലന്റ് സർക്യൂട്ടാണ്. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഒരു ഇൻഡക്ടർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഡക്ടറിലൂടെ പോകുന്ന കറണ്ട് I(t) ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇനിഷ്യൽ കറണ്ട് I0 ഉള്ളതായിട്ട് അസ്യൂം ചെയ്യാം, റൈറ്റ്. അപ്പം ഇതിനെ എനിക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസിൻ്റെ ഫോമിലും, സിമിലർലി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് ഇംപിഡൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇതിനെ ഞാൻ ഫസ്റ്റ് കേസിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻഡക്ടറിൻ്റെ വാല്യൂ L ആണ്, റൈറ്റ്. ഇൻഡക്ടറിൻ്റെ വാല്യൂ L ആയിരുന്നു. സോ ആ ഇൻഡക്ടർ എസ് ഡൊമൈനിലാവുമ്പോൾ അതിൻ്റെ വാല്യൂ SL ആവും, റൈറ്റ്. ഇംപിഡൻസ് SL ആയിട്ട് മാറി. നെക്സ്റ്റ് ഒരു വോൾട്ടേജ് സോഴ്സ് വന്നു. ആ വോൾട്ടേജ് സോഴ്സ് ഇവിടെ കറണ്ട് നോക്കുക, ഈ രീതിയിൽ വന്ന് ഇങ്ങനെ പോകുന്നതായിരുന്നു. അപ്പം ആ വോൾട്ടേജ് സോഴ്സിൻ്റെ പൊളാരിറ്റിയും ഇതേ കണക്ക് തന്നെ ആയിരിക്കും, പ്ലസ് നെഗറ്റീവ്, റൈറ്റ്. എങ്കിൽ മാത്രമേ കറണ്ട് ഇതിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നുള്ളൂ. ഇനി ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് L(I0). ഇവിടെ ഇനിഷ്യൽ കറണ്ട് I0 എന്നാണ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ L(I0) ആയിട്ട് മാർക്ക് ചെയ്യാണ്, റൈറ്റ്. L(I0). അപ്പം L(I0) വരുന്ന ഒരു വോൾട്ടേജ് സോഴ്സാണ് ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്. എഗെയിൻ I(t) എന്ന് പറയുന്നത് I(s) ആവും. ഇവിടുത്തെ വോൾട്ടേജ് ഞാൻ V(s) ആയിട്ടും ഡിനോട്ട് ചെയ്യാണ്, റൈറ്റ്. സിമിലർലി ഇതിപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ആൻ ഇംപിഡൻസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. സിമിലർലി എനിക്ക് കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് ഇംപിഡൻസ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് വേറെ ഒന്നുമല്ല, ഏതെങ്കിലും ഒരു ടെക്നിക്ക് കറക്റ്റ് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ വെച്ച് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ആൻ ഇംപിഡൻസിനെ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് ആൻ ഇംപിഡൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്ത് വരുന്ന ഇംപിഡൻസിന് ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇംപിഡൻസ് SL തന്നെ ആയിരിക്കും. ഇനി കറസ്പോണ്ടിങ് കറണ്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വോൾട്ടേജ് ബൈ ഈ ഇംപിഡൻസ് ചെയ്താൽ മതി. അതായത് L(I0) ആണ് ഇവിടുത്തെ വോൾട്ടേജ്, ബൈ ഇംപിഡൻസ് എന്ന് പറയുന്നത് SL ആണ്. അപ്പോൾ L ക്യാൻസൽ ആവും. നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് I0/S ആണ്. സോ ഈ പറഞ്ഞ കാര്യം വെച്ച് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ I0, അതായത് ഇനിഷ്യൽ കറണ്ട് ബൈ S. ഇനി അടുത്ത ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ വോൾട്ടേജ് സോഴ്സ് എന്ന് വരുന്നത് ഈ രീതിയിൽ പ്ലസ് ഇവിടെയാണ്, പ്ലസ്സിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതേ ഡയറക്ഷൻ തന്നെയാണ് ഇവിടെ ഞാൻ ആരോയും പ്ലേസ് ചെയ്യേണ്ടത്. അഗെയിൻ ഇവിടെ അത് കംപ്ലീറ്റ് ചെയ്തേക്കാം, I(s)ഉം V(s)ഉം, റൈറ്റ്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ആൻ ഇംപിഡൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചേക്കുക. അതിനെ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്ത് മറ്റേ ഫോമിലും മാർക്ക് ചെയ്യാൻ കഴിയുന്നതുമാണ്. സോ നെക്സ്റ്റ് 10 മാർക്സിൻ്റെ essay ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ പോയിരിക്കുന്നത്. ഫോർ ദ ഫോളോയിങ് കപ്പിൾഡ് സർക്യൂട്ട് ദ കപ്ലിംഗ് കോഎഫിഷ്യൻറ്റ് K = 0.5. Write the KVL equations for currents I1 and I2. Also obtain the voltage drop across 5 ohm resistor. സോ നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഡോട്ട് കൺവെൻഷൻ വെച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് = K × √L1 L2. ഇവിടെ K കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് 1/2 ആയിട്ട് തന്നിട്ടുണ്ട്. √L1 എന്ന് പറയുന്നത് 2ഉം L2 എന്ന് പറയുന്നത് 1ഉം ആണ്. സോ 2 × 1. സോ √2/2 അല്ലെങ്കിൽ 1/√2, റൈറ്റ്. അപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 1/√2 ആയിട്ട് വന്നു. നെക്സ്റ്റ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഇക്വലൻറ്റ് ഫിഗർ ഞാനിവിടെ പ്ലോട്ട് ചെയ്യുകയാണ്. ആദ്യം ഒരു 10∠0 ഉണ്ട്, റൈറ്റ്. 10∠0°. നെക്സ്റ്റ് ഇവിടെ ഇൻഡക്റ്റൻസ് ഉണ്ട്. സോ ഞാനിവിടെ ഇൻഡക്റ്റൻസ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എലമെൻറ്റ്സ് എല്ലാം തന്നെ ഈ ഫിഗറിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നു, അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ 1/√2 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെക്ക് ചെയ്യാം. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഫസ്റ്റ് കോയിലും സെക്കൻഡ് കോയിലും തമ്മിൽ വരുത്തുന്നതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇവിടെ കറണ്ട് I1, ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കറണ്ട് ഈ ഡോട്ടിൽ എൻ്റർ ചെയ്യുന്നതാണ്. ഈ ലൂപ്പ് എടുക്കുമ്പം കറണ്ട് ഈ ഡോട്ടിൽ എൻ്റർ ചെയ്യുന്ന കണക്കും, സിമിലർലി സെക്കൻഡ് ലൂപ്പ് എടുക്കുമ്പം കറണ്ട് ഈ ഡോട്ടിൽ ലീവ് ചെയ്യുന്ന കണക്കാണ് വരുന്നത്. അപ്പം ഇത് തമ്മിലുണ്ടാക്കുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇത് കാരണം ഉണ്ടായി വരുന്ന ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ പൊളാരിറ്റി നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. കറണ്ടിൻ്റെ ഡയറക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും, റൈറ്റ്. അപ്പോൾ ഞാൻ ആ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഇവിടെ മാർക്ക് ചെയ്യാണ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് പോസിറ്റീവ് ആണെന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാം. J, റൈറ്റ്. J × ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു 1/√2. അപ്പോൾ J × 1/√2 × കറണ്ട്, റൈറ്റ്. വേറൊന്നുമല്ല, ഇവിടുത്തെ ഇമ്പിഡൻസ് JL × I ആയിട്ടാണ് വന്നിരിക്കുന്നത്. I എന്ന് പറയുന്നത് ഇവിടെ കൂടെ പോകുന്ന കറണ്ട്. കാരണം ഈ
ഇവിടെ സെക്കൻഡ് കോയിൽ കാരണം ഫസ്റ്റ് കോയിലുണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പോർഷനിലൂടെ പോകുന്ന കറണ്ടാണ് ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ വോൾട്ടേജിനകത്ത് വരുന്നത്. സോ ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 1/√2 എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. അതിൻ്റു സെക്കൻഡ് കോയിലിൻ്റെ എഫക്റ്റ് കാരണമാണ് ഉണ്ടാകുന്നത്. സെക്കൻഡ് കോയിൽ ആ ടൈമിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. സോ അതുകൊണ്ട് J 1/√2 I2 ആയിട്ട് വന്നത്. ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. എൻ്റെ പൊളാരിറ്റി നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഈ കോയിലിൽ കറണ്ട് ലീവ് ചെയ്യുന്നു. റൈറ്റ്, I2 എന്ന് പറയുന്ന കറണ്ട് ലീവ് ചെയ്യുന്നു. ഇത് കാരണം ഉണ്ടാകുന്ന, അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ജനറേറ്റ് ചെയ്യുന്ന ഈ കോയിലാണെങ്കിലോ കോയിൽ L1 കറണ്ട് എൻ്റർ ചെയ്യുകയാണ്. സോ അതുകൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ്. ഇനി അതിൻ്റെ വാല്യൂ ആണ്. വാല്യൂ എന്ന് പറയുന്നത് J ഇൻറ്റു നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 1/√2 ഇൻറ്റു ഏത് കോയിൽ നിന്നാണോ ഇതുണ്ടാകുന്നത് ആ കോയിലിലൂടെ ഒഴുകുന്ന കറണ്ട്, അതായത് I1. റൈറ്റ്, ഇവിടെ കൂടെ I1 എന്ന് പറയുന്ന കറണ്ട് കാരണമാണ് ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈ കോയിലിലേക്ക് ജനറേറ്റ് ചെയ്ത് വരുന്നത്. റൈറ്റ്, സോ ഇനി നമുക്കിതിൻ്റെ ലൂപ്പിക്കേഷൻ എഴുതാം. ഫസ്റ്റ് ലൂപ്പിക്കേഷൻ എഴുതാണ് 10 ഈക്വൽ ടു, ഇതിനകത്തുള്ള വോൾട്ടേജ് സോഴ്സ് കംപ്ലീറ്റ് എഴുതി 10 ഈക്വൽ ടു കറണ്ട് എന്ന് പറയുന്നത് I1 ആണ്. റൈറ്റ്, I1 ഇൻറ്റു ആ ഇമ്പിഡൻസ്, ഈ ഫസ്റ്റ് ലൂപ്പിൽ ടോട്ടൽ ഇമ്പിഡൻസ്, അതായത് J2 ഉണ്ട്, പിന്നെയോ -J3 ഉണ്ട്. റൈറ്റ്, J2 -J3 പ്ലസ് സിമിലർലി അടുത്ത ഈ ഫസ്റ്റ് ലൂപ്പിൽ I2 എന്ന് പറയുന്ന കറണ്ട് കാരണം ഉള്ളതും കൂടെ എഴുതണം. സോ I2 എന്ന് പറയുന്ന കറണ്ട് I1 എന്ന് പറയുന്ന കറണ്ടിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. I2 എന്ന് പറയുന്ന കറണ്ട് I1 എന്ന് പറയുന്ന കറണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇമ്പിഡൻസ് -J3 ആണ്. അതൊരു മൈനസും കൂടെ നടന്ന് +J3 ആയി. J3 അതിനോടൊപ്പം ഇവിടെ ആ ഒരു കറണ്ട് സോഴ്സ് കാരണം ഉണ്ടായിരിക്കുന്ന വോൾട്ടേജും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് -J, റൈറ്റ്, നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടാണ് പൊളാരിറ്റി. സോ -J/√2 ഇത് ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാണ്. സിമിലർലി ഞാൻ സെക്കൻഡ് ഇക്വേഷൻ എഴുതുകയാണ്. ഈ ലൂപ്പിലെ ടോട്ടൽ വോൾട്ടേജ് ഒന്നുമില്ല. I1 ഇൻറ്റു, ഇനി ഇവിടെ സെക്കൻഡ് ലൂപ്പിൽ I1 കാരണം ഉണ്ടാക്കിയിരിക്കുന്ന വോൾട്ടേജ് സോഴ്സസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഈ -J3 ആണ്. അത് I1 I2 ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ -J3 എന്ന് പറയുന്നത് +J3 ആയി. റൈറ്റ്, J3 വന്നു. ഇനി അടുത്ത ഈ I1 J/√2 അത് നോക്കുക. I2 എന്ന് പറയുന്ന ഡയറക്ഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്, നെഗറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായി -J/√2. സിമിലർലി I2 ഇൻറ്റു ഈ ലൂപ്പിലെ സെക്കൻഡ് ലൂപ്പിലെ ടോട്ടൽ ഇമ്പിഡൻസ്, അതായത് 5 ഉണ്ട്, പിന്നെ J1 -J3 എന്ന് പറഞ്ഞാൽ -J2. ഇത് ഇക്വേഷൻ 2 ആയി. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ കറക്റ്റ് എഴുതി ഈ ഫിഗറും വരയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം 60% മാർക്ക്, 6 മാർക്കോളം തന്നെ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇതിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ വാലിഡേറ്റ് കഴിഞ്ഞു. റൈറ്റ് ദ KVL ഇക്വേഷൻസ് ഫോർ കറൻറ്റ്സ് I1 ആൻഡ് I2. ഇനി ക്വസ്റ്റിന് ചോദിക്കുന്ന അടുത്തത് ഓൾസോ ഒബ്റ്റെയിൻ ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 5 ഓം റെസിസ്റ്റർ. 5 ഓം റെസിസ്റ്ററിലൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് I1 I2 കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് I2 അതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I2 × 5 ഓം ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ്ങിലുള്ള വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പല കാൽക്കുലേറ്റേഴ്സിലും ഇക്വേഷൻ മോഡിൽ കോംപ്ലക്സ് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഡയറക്റ്റ്ലി നമുക്ക് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് സെക്കൻഡ് ഇക്വേഷൻ എടുക്കുകയാണ്. ഇത് ക്രാമേഴ്സ് റൂൾ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം അത് ലെന്തിയർ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുകയാണ്. സോ ഇവിടെ I1 എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. I1 ഈക്വൽ ടു -I2, റൈറ്റ്, -I2 ഇൻറ്റു 5 - J2, റൈറ്റ്, -I2 ഇൻറ്റു 5 - J2 ഡിവൈഡഡ് ബൈ J3, റൈറ്റ്, J3 -J/√2, റൈറ്റ്. ഇത് ഞാൻ ഇക്വേഷൻ 3 ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഇനി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ 3 in 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 3 in 1 അതോടുകൂടി ആൻസർ ആക്കാൻ പറ്റും. 10 ഈക്വൽ ടു I1ൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ എന്ത് തോന്നുന്നു -I2 ഇൻറ്റു 5 - J2 ബൈ J3 -J/√2, റൈറ്റ്. I1ൻ്റെ സ്ഥാനത്ത് ഇത് വന്നു. അതിനോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന J2 -J3, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് +I2 ഇൻറ്റു J3 -J/√2 ആണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. I2 അങ്ങ് കോമൺ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ -I2 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ കണക്റ്റിംഗ് സൈൻ നെഗറ്റീവായി. നെഗറ്റീവ് ഇൻറ്റു
J3 minus J by root 2. ഇത് കാൽക്കുലേറ്ററിൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് I2 ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇത് സോൾവ് ചെയ്തപ്പം I2 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് I2 ഈക്വൽ ടു 3.2194 മൈനസ് 2.0973 I ആയിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്വസ്റ്റിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 5 ohm ആണ്. അതായത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 5 ohm ഈക്വൽ ടു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന I2 ഇൻറ്റു 5 ohm. സോ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസർ ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 19.2 ആംഗിൾ മൈനസ് 33.083 ഡിഗ്രി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ഈ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഇതുപോലെ പ്രോബ്ലംസ് വരുമ്പം കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പ്രോപ്പറായിട്ടുള്ള ബ്രാക്കറ്റ്സ് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യാതെ ചെയ്യുമ്പം പലപ്പോഴും ആൻസർ തെറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രാക്കറ്റ്സ് പ്രോപ്പർലി ഇൻസേർട്ട് ചെയ്ത് പ്രോപ്പർലി ക്ലോസ് ചെയ്ത് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് വരുത്താറുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ ഫിഗർ L1 ഈക്വൽ ടു 4 ഹെൻറി, L2 ഈക്വൽ ടു 9 ഹെൻറി, കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് K ഈക്വൽ ടു 0.5. I1 ഈക്വൽ ടു 5 cos 50t മൈനസ് 300 amps. ഇവിടെ 300 amps 5 cos 50t മൈനസ് ആക്ച്വലി ഈ കോസ് ഇത് കണക്ക് വരുമ്പോൾ ഡിഗ്രി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എനിവേ ഇവിടെ cos 50t മൈനസ് 300 എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതൊരു ഓക്വേർഡ് ആയിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. സോ 5 cos 50t മൈനസ് 300 amps. Again I2 equal to 2 cos 50t minus 300 amps. Write the KVL equations for V1 and V2. Find their values at t equal to 0. സോ നമുക്കറിയാം വോൾട്ടേജ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് V ഈക്വൽ ടു L ഇൻറ്റു di/dt, അതിനോടൊപ്പം തന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ടേമും കൂടെ. സോ ഞാൻ ഈ ഫസ്റ്റ് V1 എഴുതുകയാണ്. V1 ഈക്വൽ ടു L1 ഇൻറ്റു d/dt ഓഫ് I1, റൈറ്റ്. ഇനി അതിനോടൊപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പ്ലസ് M ഇൻറ്റു di2/dt. സിമിലർലി സെക്കൻഡ് എക്സ്പ്രഷൻ നമുക്കിതുപോലെ എഴുതാം. V2 ഈക്വൽ ടു M ഇൻറ്റു d/dt ഓഫ് I1. ഫസ്റ്റ് കാരണം ഉണ്ടായിരിക്കുന്ന ഫസ്റ്റിൽ ഇൻഡക്റ്റൻസിലുണ്ട കറണ്ട് കാരണം ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എടുത്തു. സിമിലർലി പ്ലസ് L2 ഇൻറ്റു d/dt ഓഫ് I2, റൈറ്റ്. അപ്പം ഇതിനു വേണ്ടി M കാൽക്കുലേറ്റ് ചെയ്യണം. M മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M ഈക്വൽ ടു K ഇൻറ്റു റൂട്ട് ഓഫ് L1 L2 ആണ്, റൈറ്റ്. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് തന്നിട്ടുണ്ട് 1/2. റൂട്ട് ഓഫ് L1 L2. L1 എന്ന് പറയുന്നത് 4ഉം സിമിലർലി L2 എന്ന് പറയുന്നത് 9ഉം ആണ്. 9 ഇൻറ്റു 4 ഈസ് 36. റൂട്ട് 36 ഈസ് 6. 6/2 ഈസ് 3. സോ M ഈക്വൽ ടു 3 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. സോ ഇനി വേറെ ഒന്നുമില്ല, V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. V1 ഈക്വൽ ടു L1 ഈസ് 4, റൈറ്റ്. L1 ഈക്വൽ ടു 4 ഇൻറ്റു d/dt ഓഫ് തന്നിരിക്കുന്നത്, അതായത് 5 cos 50t മൈനസ് 300. അത് അസ്യൂം ചെയ്യാണ്. 300 ആയിട്ട് തന്നെയാണ് ഞാനിത് അസ്യൂം ചെയ്തിരിക്കുന്നത്. d/dt ഓഫ് 5 cos 50t മൈനസ് 300, റൈറ്റ്, പ്ലസ് ഇത് ബ്രാക്കറ്റ്സിനകത്ത്, റൈറ്റ്, പ്ലസ് 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്, 3 ആയിട്ട് വന്നു. d/dt ഓഫ് I2 ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. I2 ഈക്വൽ ടു 2 cos 5t മൈനസ് 2 cos 50t മൈനസ് 300, റൈറ്റ്. സോ ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. 4 ഇൻറ്റു 5 ഈസ് 20 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ്, അതായത് മൈനസ് സൈൻ 50t മൈനസ് 300 ഇൻറ്റു 50 ഫസ്റ്റ് ടൈമായി. സിമിലർലി പ്ലസ് 3 ഇൻറ്റു 2 ഈസ് 6 ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ആണ്. അപ്പോൾ മൈനസ് സൈൻ 50t മൈനസ് 300 ഇൻറ്റു 50, റൈറ്റ്. സോ ഫസ്റ്റ് കിർച്ചോസ് വോൾട്ടേജ് ലോ ഇക്വേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ക്വസ്റ്റിനിൽ പറയുന്നത് അടുത്ത ഫൈൻഡ് ദെയർ വാല്യൂസ് അറ്റ് t ഈക്വൽ ടു 0 എന്നുള്ളതാണ്. സോ അറ്റ് t ഈക്വൽ ടു 0 നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ചെക്ക് ചെയ്യാം. t ഈക്വൽ ടു 0 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം സൈൻ 50t മൈനസ് 300 50t 0 ആയിട്ട് മാറി. സോ സൈൻ മൈനസ് 300 ആയിട്ട് വന്നു, റൈറ്റ്. സൈൻ മൈനസ് 300 ആയിട്ട് വന്നു. അത് ഞാൻ മൈനസ് സൈൻ 300 ഈ ഭാഗത്തും ഈ സെക്കൻഡ് പാർട്ടിലും മൈനസ് സൈൻ മൈനസ് 300 ഉണ്ട്. സോ അത് ഞാനത് കോമൺ ആയിട്ട് എടുക്കുകയാണ്. അതായത് ഈക്വൽ ടു മൈനസ് സൈൻ മൈനസ് 300 ഇൻറ്റു ബാലൻസ് ഉള്ള ടൈം, അതായത് 20 ഇൻറ്റു 50 പ്ലസ് ഇവിടെ നിന്ന് 6 ഇൻറ്റു 50, റൈറ്റ്. സോ മൈനസ് സൈൻ മൈനസ് 300 എന്ന് പറയുന്നത് -0.86
6 എന്നാണ് വരുന്നത്. ഇനി ആ ബ്രാക്കറ്റിനകത്തുള്ള 20 × 50 ഈസ് 1000, 1000 പ്ലസ് 300 ദാറ്റ് ഈസ് 1300. സോ നമ്മുടെ ആൻസർ at t equal to 0 V1 turns out to be -1125.83 വോൾട്ട് ആയിട്ട് വന്നു. റൈറ്റ്. V2 നമുക്ക് ഇതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാം. V2 ഈക്വൽ ടു M ഈസ് 3 × d/dt ഓഫ് I1. I1 എന്ന് പറയുന്നത് 5 cos 50t minus 300. സോ 5 cos 50t minus 300 ബ്രാക്കറ്റ് ക്ലോസ് പ്ലസ് അടുത്ത ടേം എന്ന് പറയുന്നത് L2 എന്ന് പറയുന്നത് 9 ആണ്. 9 × d/dt ഓഫ് റൈറ്റ് 9 × d/dt ഓഫ് അടുത്ത ടേം അതായത് 2 cos 50t minus 300 റൈറ്റ്. I2 2 cos 50t minus 300 50t minus 300 റൈറ്റ്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. 3 × V2 ഈക്വൽ ടു ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. V2 ഈക്വൽ ടു 3 × 5 ഈസ് 15. 15 × ഡെറിവേറ്റീവ് ഓഫ് cos 50t minus 300 ഈസ് മൈനസ് സൈൻ 50t minus 300 റൈറ്റ് ഇൻറ്റു 50. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സിമിലർലി പ്ലസ് 18 9 × 2 ഈസ് 18 × cos 50t minus 300 ഡെറിവേറ്റീവ്. സോ മൈനസ് സൈൻ 50t minus 300 ഇൻറ്റു 50. സെക്കൻഡ് ടൈമും കഴിഞ്ഞു. അപ്പം കിർച്ചോസ് വോൾട്ടേജ് ലോ ഇക്വേഷൻ സെക്കൻഡ് കേസിൻ്റെ V2ൻ്റെത് ഒബ്റ്റെയിൻ ചെയ്തു. സിമിലർലി ആ t ഈക്വൽ ടു 0 നമുക്ക് അഗെയിൻ കഴിഞ്ഞ കണക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V2 ഈക്വൽ ടു ഇവിടെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നത് അഗെയിൻ മൈനസ് സൈൻ മൈനസ് 300 തന്നെയാണ്. ഈ 50t ഇവിടെയും ക്യാൻസലായി. സോ മൈനസ് സൈൻ മൈനസ് 300 ഇൻറ്റു ഫസ്റ്റ് ടൈമിൽ നിന്ന് ബാലൻസ് ഉള്ളത് 15 × 50 പ്ലസ് 18 × 50. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് -1428.94 എന്നാണ് വോൾട്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ചെയ്താണ് തന്നിരിക്കുന്നത്. ഒറ്റ ക്വസ്റ്റ്യൻ വഴിയാണ്. ഇൻ ദ സർക്യൂട്ട് ഷോൺ അറ്റ് ടൈം t equal to 0 the switch was closed. Model the circuit in S domain for time t greater than 0. സോ ഫസ്റ്റ് ഓഫ് ഓൾ എസ് ഡൊമെയിനിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഫിഗർ വരയ്ക്കാനാണ് പറയുന്നത്. സിമിലർലി സെക്കൻഡ് ഹാഫിൽ ത്രൂ മെഷ് അനാലിസിസ് ഒബ്റ്റെയിൻ ദ ടൈം ഡൊമെയിൻ വാല്യൂസ് ഓഫ് I1, I2 ആൻഡ് I3 given that the capacitor and inductor were initially relaxed. സോ സെക്കൻഡ് പാർട്ടിൽ മെഷ് അനാലിസിസ് വഴി I1, I2, I3യുടെ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഹാഫ് ആദ്യം വർക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ കറസ്പോണ്ടിങ് എസ് ഡൊമെയിനിലുള്ള ഫിഗർ നമുക്ക് വരയ്ക്കാം. ആദ്യം 10 വോൾട്ട് ഉണ്ട്. 10 വോൾട്ടിനെ ഞാൻ കൺവേർട്ട് ചെയ്യുമ്പം 10/S ആയിട്ട് മാറി. റൈറ്റ്. t ഈക്വൽ ടു 0 മുതലാണ് ഈ സോഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി 10 × u(t) ആയിട്ട് വർക്ക് ചെയ്യും. u(t)യുടെ ട്രാൻസ്ഫോം 1/S ആണ്. സോ അതുകൊണ്ട് ഇത് 10/S ആയിട്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റി. സിമിലർലി അത് കഴിഞ്ഞ് സ്വിച്ച് ഇവിടെ ക്ലോസ് ആയി എന്ന് പറഞ്ഞു. ഒരു 4 ohm വന്നു. റൈറ്റ്. അത് കഴിഞ്ഞ് കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ എന്ന് പറയുന്നത് 4 ഫാരഡ് ആണ് തന്നിരിക്കുന്നത്. 1/SC ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് ഡൊമെയിനിൽ വരുന്നത്. ദാറ്റ് മീൻസ് 1/S × 4 ഓർ 1/4S ആയിട്ട് എനിക്കത് ഡിനോട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പോൾ കപ്പാസിറ്റർ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. 1/4S ആണ് അതിൻ്റെ വാല്യൂ. സിമിലർലി നെക്സ്റ്റ് എഗെയിൻ ഒരു പാരലലി ഒരു റെസിസ്റ്റർ വന്നു. അതിൻ്റെ വാല്യൂ ഫ്രീക്വൻസിക്ക് ഒത്തിരി രീതി വേരി ചെയ്യാത്തതാണ് റെസിസ്റ്റർ. സോ അത് 4 ohm ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി നെക്സ്റ്റ് ഒരു ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടറിൻ്റെ വാല്യൂം 4 ഹെൻറി എന്നാണ് തന്നിരിക്കുന്നത്. SL ആണ് അതിൻ്റെ എസ് ഡൊമെയിനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ. സോ 4S ആയിട്ടാണ് ഇത് വരുന്നത്. സോ ഞാനത് 4S ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇവിടെ ഇനിഷ്യലി റിലാക്സ്ഡ് എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എനിക്ക് ഇനിഷ്യൽ ചാർജസ് ഒന്നും തന്നെയും ഇവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. സോ ഞാനിപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് 4 മാർക്സ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്. കപ്പാസിറ്റർ 1/4S, ഇൻഡക്ടർ 4S, വോൾട്ടേജ് സോഴ്സ് 10/S ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഈ ക്വസ്റ്റ്യനിൽ I1 അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. I1, I2, I3 അത് നമ്മൾ എസ് ഡൊമെയിനിൽ എടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് മാർക്ക് ചെയ്യുന്ന ഫ്രീക്വൻസി ഡൊമെയിൻ. സോ I1 സിമിലർലി സെക്കൻഡ് വൺ I2 സിമിലർലി തേർഡ് വൺ I3 റൈറ്റ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ മെഷ് അനാലിസിസ് വഴി തന്നെ I1, I2, I3 ഇവാലുവേറ്റ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്.
അപ്പം മെഷ് അനാലിസിസ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മെഷ് അനാലിസിസ് വഴി തന്നെ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി മെഷ് അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഓരോ മെഷിൻ്റെ ഇക്വേഷൻ എഴുതി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് പോകും. മെഷ് അനാലിസിസ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് മെഷ് എടുക്കുന്നത് ഈ രീതിയിലാണ്. ഈ ഡയറക്ഷനിൽ ഞാനൊരു ഫസ്റ്റ് മെഷ് എടുക്കുകയാണ്. റൈറ്റ്. അപ്പോൾ ഈ മെഷിൻ്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതാം. ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്ന മെഷ്. റൈറ്റ്. അതായത് 10/s അവിടുത്തെ വോൾട്ടേജ് സോഴ്സ് 10/s ആണ്. 10/s = ഇവിടെ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I3 ആണ്. ഞാൻ I3 ആയിട്ട് ഡിനോട്ട് ചെയ്യണം. I3 × 4s, ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 4s ആണ്. അപ്പോൾ സോ വളരെ എളുപ്പമായിട്ട് അത് മാറി. I3 നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്യാണ് 10/4s². റൈറ്റ്. 10/4 എന്ന് വെച്ചാൽ 2.5 ആണ്. 2.5/s² ആണ്. സോ S² ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. S² ലാപ്ലാസ് ട്രാൻസ്ഫോം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t⁻n എന്ന് പറയുന്നത് n⁻s⁴n+1 ആണ്. ഇവിടെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡെറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് S² എന്നാണ്. റൈറ്റ്. അപ്പോൾ n-ൻ്റെ വാല്യൂ എന്താവും? 1 ആവും. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടിയുടെ ട്രാൻസ്ഫോമാണ് ഇപ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന 1/s². റൈറ്റ്. അപ്പോൾ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് I3 = 2.5t ആയിട്ട് വന്നു. 2.5t u ആയിട്ട് മാർക്ക് ചെയ്യും. കാരണം t>0 മുതലാണ് ഈ സിഗ്നൽ ഉള്ളത്. അതുകൊണ്ട് 2.5t u നമ്മൾ ഫസ്റ്റ് കറണ്ട് ഇവാലുവേറ്റ് ചെയ്തു. സിമിലർലി ഞാൻ സെക്കൻഡ് I2 ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ നേരത്തെ ചെയ്ത കണക്ക് ഈ രീതിയിലുള്ളൊരു മെഷ് എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന മെഷ് ഈ കാണിക്കുന്ന കളറിൽ പോകുന്നതാണ്. ഈ രീതിയിലുള്ളൊരു മെഷ് ഞാൻ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുകയാണ്. റൈറ്റ്. ഇനി ആ മെഷ് ഇക്വേഷൻ നമുക്ക് എഴുതി സോൾവ് ചെയ്ത് നോക്കാം. സോ ഇവിടുത്തെ വോൾട്ടേജ് അഗെയിൻ സെയിം ആണ്. അതായത് 10/s = 4 ഇൻറ്റു അവിടെ കൂടെ പോകുന്ന കറണ്ട് വേറൊന്നുമില്ല I2 മൈനസ് I3 ആണ്. അത് ഞാൻ I2 മൈനസ് I3 ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. റൈറ്റ്. ഇതിൽ നമ്മൾ നേരത്തെ തന്നെ ഒബ്റ്റെയിൻ ചെയ്തു. I3 = 2.5/s² എന്ന് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് I2ൻ്റെ ഫോമുല ഒന്ന് എഴുതാം. 10/4s എന്ന് പറയുമ്പം 10/4 എന്ന് വെച്ചാൽ നേരത്തെ കണ്ടു 2.5/s റൈറ്റ് പ്ലസ് I3 = I2. റൈറ്റ്. ഇനി I3ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.5/s പ്ലസ് I3 എന്ന് പറയുന്നത് എസ് ഡൊമൈനിൽ 2.5/s² ആയിട്ടാണ് വന്നത്. സോ ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ I2t ആയി കഴിഞ്ഞു. റൈറ്റ്. സോ I2 = 2.5 റൈറ്റ്. 1/s എന്ന് വെച്ച് കഴിഞ്ഞാൽ u ആണ്. പ്ലസ് 1/s² നമ്മൾ നേരത്തെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു tu. സോ ഇതാണ് I2. സോ ഇനി നമുക്ക് I1 കൂടെയാണ് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളത്. I1 നമ്മൾ ഒബ്വിയസ്ലി ഈ ലൂപ്പാണ് ഇനി ബാലൻസ് ഈ കോമ്പിനേഷനിൽ എടുക്കേണ്ടത്. ഈ ലൂപ്പ് ഞാൻ എടുക്കുകയാണ്, ഈ മെഷ് ഞാൻ എടുക്കുകയാണ്, സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 10/s ആണ്. റൈറ്റ്. സോ 10/s റൈറ്റ് 10/s = ഇവിടെ കൂടെ പോകുന്ന കറണ്ട് നോക്കുക I1 മൈനസ് I2. അത് ഞാൻ I1 ആയിട്ട് തന്നെ ഡിനോട്ട് ചെയ്യാണ്. സിംപ്ലിഫിക്കേഷന് വേണ്ടി ഞാൻ ക്യാപിറ്റൽ I1 ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. I1 മൈനസ് I2 ഇൻറ്റു 4 റൈറ്റ് പ്ലസ് അവിടുത്തെ ഇമ്പിഡൻസ് 4 + 1/4s. സോ I2 നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് I1 എന്താണെന്ന് ചെക്ക് ചെയ്യാം. അതായത് 10/s അഗെയിൻ ഡിനോമിനേറ്ററിൽ തന്നെ 4 + 1/4s = I1 മൈനസ് I2. അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് I2 എത്തുന്നതോടെ പ്ലസ് I2 ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാം. റൈറ്റ്. ഇത് പ്ലസ് I2 ആക്കാം. സോ പ്ലസ് I2 = I1. റൈറ്റ്. I2 നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. I2 = 2.5/s + 2.5/s². റൈറ്റ്. സോ I1 = 10 ഇനി ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് മാറ്റാം. എസ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ആണ്. 4s + 1/4 റൈറ്റ്. അപ്പോൾ I1 = 10/4s + 1/4 എന്ന് എനിക്ക് എഴുതാൻ പറ്റി. പ്ലസ് I2 എന്ന് പറയുന്നത് 2.5/s + 2.5/s². റൈറ്റ്. സോ
ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എസ് എവിടെ വന്നാലും അതിൻ്റെ കോയിഫിഷ്യൻ്റ് യൂണിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ 4 കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. സോ എനിക്ക് I1 ഈക്വൽ ടു 10/4 എന്ന് പറഞ്ഞാൽ 2.5. 2.5 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/16, റൈറ്റ്. 4 കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. ഇതിനോടൊപ്പം ബാലൻസ് ഉള്ള ടൈം 2.5/s പ്ലസ് 2.5/s², റൈറ്റ്. ഇനി I1 ഓഫ് ടി ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി എഴുതാം. I1 ഓഫ് ടി ഈക്വൽ ടു 2.5 1/s പ്ലസ് എയുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് e⁻⁻⁸ ആണ്. ഇവിടെ e⁻⁻1/16t, റൈറ്റ്. അത് u ഓഫ് ടി ഉണ്ട്. സിമിലർലി I ഓഫ് ടി ഞാൻ കോമൺ ആയിട്ട് എടുത്തെഴുതാം. പ്ലസ് അടുത്ത 1/s-ൻ്റെത് u ഓഫ് ടി ആണ്. സോ പ്ലസ് 1 പ്ലസ് 2.5/s². നേരത്തെ തന്നെ കണ്ടു t ഇൻറ്റു u ഓഫ് ടി. സോ u ഓഫ് ടി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. 2.5 ഇൻറ്റു e⁻⁻t/16 പ്ലസ് t പ്ലസ് 1. ഇത് I1 ആയിട്ട് വന്നു. സോ ഈ 14 മാർക്സ് നമുക്ക് വളരെ എളുപ്പം ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും ആണ്. കുറച്ച് സ്റ്റെപ്പുകളിൽ തന്നെ നമുക്ക് 14 മാർക്സിൽ അറ്റൈൻ ചെയ്യാൻ കഴിയുന്നതാണ്. സോ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിൻ്റെ കൂടുതൽ പ്രോബ്ലംസായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു.